ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധ സമരത്തിന് LDF. ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിക്കുന്നത് നിത്യസംഭവമായതോടെ ഉണ്ടായ പ്രതിഷേധം മറികടക്കാനാണ് പ്രതിഷേധ പരിപാടിക്കായി LDF രംഗത്തിറങ്ങിയത്. സർക്കാരിനെതിരെ ആക്ഷേപങ്ങളുമായി കോൺഗ്രസും BJPയും കളത്തിലിറങ്ങിയതും പ്രതിരോധ പരിപാടികൾ സംഘടിപ്പിക്കാൻ LDFനെ പ്രേരിപ്പിച്ചു. സംസ്ഥാനത്ത് 8 വർഷമായി ഭരണത്തിലുള്ളത് LDF സർക്കാർ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ MLA CH സലാം, ആശുപത്രിയിലെ HDS അധ്യക്ഷൻ, കളക്ടർ. എന്നിട്ടും CPM LDFും എന്തുകൊണ്ട് ആശുപത്രിയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യേണ്ടി വരുന്നു? അത് പരിശോധിക്കുമ്പോഴാണ് ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിക്കുന്നത് സർക്കാരിനും മുന്നണിക്കുമുണ്ടാക്കിയ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാകുക. 3 ആഴ്ചയ്ക്കകം ചികിത്സാ പിഴവ് മൂലം 2 പേരാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. മരിച്ച ഒരാൾ CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യ ഷിബിന. രണ്ടാമത് മരിച്ച ഉമേബയുടെ കുടുംബത്തിനുമുണ്ട് ഇടതു ബന്ധങ്ങൾ. അപ്പോൾ ചികിത്സാ പിഴവുണ്ടെന്ന ആരോപണം ഉയരുന്നത് പുറത്തുനിന്നല്ല, പാർട്ടി കുടുംബങ്ങളും തന്നെ. പ്രതിപക്ഷ പാർട്ടികളും പ്രശ്നമേറ്റെടുത്തോടെ CPMും LDFും അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാണ്. ഇതാണ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി സമരത്തിനിറങ്ങാൻ നിർബന്ധിതമാക്കിയത്. ഇന്ന് വൈകിട്ട് 4-ന് LDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ. ഉദ്ഘാടനം സ്ഥലം MLA H സലാം തന്നെ. ആശുപത്രിയിലെ പാളിച്ചകൾ CPM പ്രതിരോധത്തിലാണെന്ന് മനസ്സിലാക്കി പ്രതിപക്ഷം ആരോപണങ്ങൾ കൂർപ്പിക്കുകയാണ്. കഴിഞ്ഞ 5 കൊല്ലക്കാലമായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് മാത്രം എടുക്കുക. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം ലാപ്സുകൾ, വീഴ്ചകൾ, അന്വേഷണ റിപ്പോർട്ടുകൾ എവിടെ പോയി? പരസ്പരം അവസാനം രക്ഷപ്പെടുത്തിയെടുത്ത് ഇന്റേണൽ റിപ്പോർട്ട് അതുകൊണ്ടല്ല നമ്മളെന്തിനാ അന്വേഷിക്കാൻ പറയുന്നത്? അന്വേഷിച്ചാൽ മരിച്ച രോഗി തിരിച്ചു വരില്ല അന്വേഷിച്ചാൽ. പക്ഷെ അടുത്തൊരു രോഗി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കാനുള്ള അവസരമല്ലേ ഇത് അന്വേഷിക്കാന്ന് പറയുന്നത്? അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ സർക്കാർ കഴിയുന്നില്ല, പരാജയപ്പെട്ടു. ഇത് അങ്ങേയറ്റത്തെ ഗൗരവതരമായ കാര്യമാണ്. ഇതിനകത്തൊരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ യുദ്ധകാലാടിസ്ഥാനം എനിക്ക് പറയാൻ ഇത്രയും സംഭവം ഉണ്ടായ പണ്ടൊക്കെ മന്ത്രിമാരൊന്ന് ആശുപത്രി സന്ദർശിക്കും, മനസ്സിലാക്കും എന്താണ് സംഭവിച്ചതെന്ന്, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും, ഭാവിയിൽ ആവർത്തിക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കും. ഇതൊന്നുമില്ല. ആശുപത്രി നടത്തിപ്പിലെ ഏകോപനമില്ലായ്മയാണ് പ്രശ്നങ്ങളുടെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആശുപത്രി വികസന സൊസൈറ്റി 3 മാസത്തിലൊരിക്കൽ യോഗം ചേരണമെന്നാണെങ്കിലും നടക്കാറില്ല. അതിനൊക്കെ മുൻകൈയെടുക്കേണ്ട MLA തന്നെയാണ് ഇന്ന് സമരത്തിനിറങ്ങുന്നത് എന്നതാണ് വൈരുദ്ധ്യം. റിപ്പോർട്ടർ, ആലപ്പുഴ.